നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നമ്മുടെ വാഹനത്തിൻ്റെ എ സി കംപ്രസർ കട്ട് ഓഫ് ആവുമെന്നുള്ള എല്ലാവർക്കും അറിയാം. എന്നാൽ ചില മോഡൽ എ സി കംപ്രസർ മാത്രം കട്ട് ഓഫ് ആവത്തില്ല. അതിനകത്ത് വേരിയബിൾ ടൈപ്പാണ് വരുന്നത്, അപ്പോൾ അതിന് കട്ട് ഓഫ് വരുന്നില്ല. പക്ഷേ ഒരു 99% അല്ലെങ്കിൽ 95% എ സി കംപ്രസേഴ്സ് കട്ട് ഓഫ് ആകുന്ന ടൈപ്പാണ് വരുന്നത്. കാരണം അതാകുമ്പോൾ പണി കുറച്ച് എളുപ്പമുണ്ട്, വലിയ മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ വരുന്നില്ല. അപ്പോൾ ശരിക്കും എങ്ങനെയാണ് ഈ കട്ട് ഓഫ് നടക്കുന്നത്? അതായത് നമ്മുടെ എ സി കംപ്രസർ കട്ട് ഓഫ് ആവേണ്ട സമയം എങ്ങനെയാണ് എ സി കംപ്രസർ അറിയുന്നത്? അല്ലെങ്കിൽ ECM എങ്ങനെയാണ് അറിഞ്ഞിട്ട് ഇതിനെ കട്ട് ഓഫ് കൊടുക്കുന്നത്? ഈ സെൻസർ വരുന്നത് പുറത്ത് എവിടെയെങ്കിലും ആണോ, അതോ ക്യാബിനകത്താണോ? ഇങ്ങനെ ഒരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിരിക്കുന്നത് ബിറ്റ്മാൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: ബ്രോ, എ സി കട്ട് ഓഫ് ആകാനുള്ള ടെമ്പറേച്ചർ സെൻസർ എൻജിൻ റൂമിലല്ലേ ഉള്ളത്? അങ്ങനെയാണെങ്കിൽ ക്യാബിനകത്ത് ടെമ്പറേച്ചർ അനുസരിച്ച് കട്ട് ഓഫ് ആവുക? ഓക്കെ, ഒരു നല്ലൊരു ചോദ്യമാണ്. കാരണം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഞാൻ ഒരു എക്സാമ്പിൾ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. അതായത് നമുക്കിപ്പം വരുന്ന ഒരു ഓട്ടോ ക്ലൈമറ്റ് വരുന്നത്, അതായത് ഓട്ടോ ക്ലൈമറ്റ് അല്ലെങ്കിൽ ഒരു ഓട്ടോ AC ആണ് വരുന്നതെങ്കിൽ അതിൽ ഈ പറഞ്ഞൊരു കാര്യം ശരിയാണ്. അതിനകത്ത് നമുക്ക് കൂളിംഗ് കോയിൽ, അതായത് ഇവാപ്പറേറ്റർ അസംബ്ലിയിലും ഒരു സെൻസർ വരുന്നുണ്ട്. അതുപോലെ തന്നെ അതായത് തെർമിസ്റ്റർ എന്ന് പറയുന്ന യൂണിറ്റ്, തെർമിസ്റ്റർ എന്നാണ് അതിനെ പറയുന്നത്. ഈ തെർമിസ്റ്റർ യൂസ് ചെയ്യുന്നത് ACയുടെ കൂളിംഗ് കോയിൽ അല്ലെങ്കിൽ ഇവാപ്പറേറ്റർ അസംബ്ലിയുടെ ടെമ്പറേച്ചർ എത്രയുണ്ടെന്നുള്ള ECM ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. പിന്നെ ക്യാബിനിൽ ഒരു ടെമ്പറേച്ചർ അറിയാൻ വേണ്ടി ഒരു സെൻസർ വരുന്നുണ്ട്. അങ്ങനെയാണ് ക്യാബിൻ ടെമ്പറേച്ചർ എത്രയെന്ന് അറിഞ്ഞിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്ന ടെമ്പറേച്ചറിലോട്ട്, കാരണം ഓട്ടോ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാലും അതിൽ നമ്മൾ സെറ്റ് ചെയ്യുന്ന ടെമ്പറേച്ചർ എത്രയാണോ ആ ഒരു ടെമ്പറേച്ചറാണ് ആ റൂമിനകത്ത് അല്ലെങ്കിൽ ക്യാബിനകത്ത് ഉണ്ടായിരിക്കുന്നത്. ഏകദേശം ഒരു 20 ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ വാഹനം നല്ല വെയിലത്താണ് നിൽക്കുന്ന, ഒരു 22 അല്ലെങ്കിൽ 19 or 20 ഇട്ട് കഴിഞ്ഞാൽ ഏറ്റവും ഫുൾ സ്പീഡിലായിരിക്കും ആ ഫാൻ വർക്ക് ചെയ്യുന്നത്. കാരണം പുറത്ത് ഭയങ്കര ചൂടാണ്, ഈ വാഹനം നല്ല ഹീറ്റായിട്ടിരിക്കുന്ന ഒരു സമയമാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഫുൾ സ്പീഡിലായിരിക്കും വരുന്നത്. അതിനനുസരിച്ച് ഈ ക്യാബിൻ്റെ ടെമ്പറേച്ചർ ഏകദേശം 20 അടുത്ത് വരുന്നതിനനുസരിച്ചാണ് ഈ ഫാനിൻ്റെ സ്പീഡ്, അതായത് ബ്ലോവർ സ്പീഡ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ പോയിന്റിലോട്ട് വരാം. അതായത് ഇപ്പോൾ ഒരു മാനുവൽ വാഹനമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതായത് മാനുവൽ AC വരുന്ന, മാനുവൽ വാഹനം എന്ന് ഞാൻ ഉദ്ദേശിച്ച മാനുവൽ AC വരുന്ന വാഹനമാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിലൊരൊറ്റ സെൻസർ മാത്രം വരുന്നുള്ളൂ, ഈ പറയുന്ന തെർമിസ്റ്റർ മാത്രം വരുന്നുള്ളൂ. അതായത് ഇവാപ്പറേറ്റർ അസംബ്ലിക്കകത്തല്ല, അതായത് നമ്മുടെ കൂളിംഗ് കോയിലിൽ വരുന്ന ആ ഒരു സെൻസർ. ഇത് ശരിക്കും പറഞ്ഞാൽ കൂളിംഗ് കോയിൽ ഇതാണെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്കോട്ട് പ്രസ് ചെയ്താണ് വെച്ചേക്കുന്നത്. അപ്പം ഈ ഒരു കൂളിംഗ് കോയിൽ അല്ലെങ്കിൽ ഇവാപ്പറേറ്റർ അസംബ്ലി എത്രത്തോളം കൂൾ ആകുന്നുണ്ട്, അത് ഏകദേശം ഒരു 3 ഡിഗ്രി സെൽഷ്യസ്, അതായത് 3 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോഴത്തേക്കും AC കംപ്രസർ ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആകും. എന്തുകൊണ്ട് ഇത് കട്ട് ഓഫ് ആകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഐസ് ആകാതിരിക്കാൻ വേണ്ടി, അതായത് നമ്മുടെ വാഹനത്തിൻ്റെ ഇവാപ്പറേറ്റർ അസംബ്ലി ഐസ് ആയി പോകാതിരിക്കാൻ വേണ്ടി. കാരണം നമുക്കറിയാം വാട്ടറിൻ്റെ കണ്ടൻറ്റ് അവിടെ ഉണ്ടാകുന്നുണ്ട്. ഈ വാട്ടറിൻ്റെ കണ്ടൻറ്റ് ഏകദേശം ഒരു 0 ഡിഗ്രി ഒക്കെ ആകുമ്പോഴത്തേക്കും ഐസ് ഫോം ചെയ്യും. അങ്ങനെ ഐസ് ഫോം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കട്ട് ഓഫ് ചെയ്യുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ക്യാബിനകത്ത് അത്രയും കൂളിംഗ് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഫുൾ സ്പീഡ് ഇടുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഏകദേശം ഒരു 4 അല്ലെങ്കിൽ 5 സ്പീഡ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാറ്റ്, അതായത് ഈ കാറ്റ് ഈ കൂളിംഗ് കോയിൽ വഴി വലിക്കുന്ന സമയത്ത് ഇത് പെട്ടെന്ന് തണുപ്പാകത്തില്ല, അല്ലെങ്കിൽ ആ തണുപ്പ് വരുന്നത് പെട്ടെന്ന് പോകുന്ന അനുസരിച്ച് ഇത് ഒരിക്കലും 3 ഡിഗ്രി സെൽഷ്യസ് ആകത്തില്ല. ഇൻ കേസ് ഇത് 3 ഡിഗ്രി സെൽഷ്യസ് ആവുകയാണെങ്കിൽ പെട്ടെന്ന് കട്ട് ഓഫ് ആവും. അതുകൊണ്ടാണ് ഉച്ച സമയത്ത് നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് വാഹനത്തിൻ്റെ AC കംപ്രസർ കട്ട് ഓഫ് കുറയുന്നതും, രാത്രി ഓടിക്കുന്ന സമയത്ത് ACയുടെ കട്ട് ഓഫ് കൂടുന്നത്, അതായത് കംപ്രസറിൻ്റെ കട്ട് ഓഫ് കൂടുന്നതിൻ്റെ പ്രധാന കാര്യം ഞാൻ ഈ പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലുണ്ടായിരിക്കണം. ഇതിൽ എന്തെങ്കിലും സംശയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ആയിട്ട് ഇട്ടേക്കുക.